സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും എളിമയുടെയും ശുശ്രൂഷയുടെയും ഉത്തമ ജീവിതം കന്യകാമാതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മാതാവിൻ്റെ ജീവിതം അങ്ങനെ തന്നെ ഒരു വലിയ സാക്ഷ്യവുമാണ്. അവതരിച്ച വചനത്തിൻ്റെ മാതാവാകുവാൻ വിളിക്കപ്പെട്ട മറിയം എളിയവളായിരുന്നു. നസ്രത്തിലെ ഗ്രാമീണ ഭവനത്തിൽ അധ്വാനത്തിൻ്റെ ജീവിതം നയിച്ച കന്യക. അന്നത്തെ ഗ്രാമീണ വനിതകളുടെ തൊഴിൽ തുണി നെയ്ത്തായിരുന്നു. എല്ലാവരെയും പോലെ മറിയവും തുണി നെയ്യുന്ന ജോലി ചെയ്തിരുന്നു. അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ജീവിതമായിരുന്നു മറിയത്തിൻ്റേത്. അന്നും ഇന്നും എന്നും മറിയത്തിൻ്റെ ഈ ജീവിത മാതൃക അനുകരണീയമാണ്. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണം. ലോകത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അകറ്റാൻ ഒരു പങ്ക് നമുക്കും ഒക്കെ വഹിക്കാനായിട്ട് സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന ഒരു മാതൃക മറിയത്തിൻ്റെയും അതേപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും ജീവിതത്തിലുണ്ടായിരുന്നു. പൗലോസ്ലീഹ പ്രേക്ഷിത വേല ചെയ്തിരുന്ന കാലം ജീവിക്കാനുള്ള വക സ്വന്തം അധ്വാനത്തിൽ നിന്ന് കരുതിയിരുന്നു എന്ന് ലേഖന ഭാഗങ്ങളിൽ പറയാനുണ്ട്. ഇന്നത്തെ ദൈവ ശുശ്രൂഷകർക്കും മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്നതാണ് ഈ പ്രത്യേക കാര്യങ്ങൾ. മറിയം മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ മാതാവാണ്, മധ്യസ്ഥയാണ്. മറിയത്തെ മാതാവായി യേശു നമുക്ക് നൽകി. കാൽവരി കുരിശിലെ അന്ത്യപീഡയുടെ വേളയിൽ യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്ന വക്താവായിട്ട് മാറി. മാതൃസഹജമായ കരുതലും സ്നേഹവും വാത്സല്യവും മറിയത്തിന് നമ്മോടുണ്ട്. ആരും നശിച്ചു പോകരുത് എന്ന ദൈവത്തിൻ്റെ അഭീഷ്ടത്തിൽ മറിയവും പങ്കുചേരുന്നുണ്ട്. പാപികളുടെ മാനസാന്തരം, വൈദികരുടെയും സഭയുടെയും വിശുദ്ധീകരണം, ഇതെല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗങ്ങളായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നില്ല. നമ്മുടെ ഗ്രാൻഡ് പേരൻസ് പോലും ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരികയില്ല. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അത് രേഖപ്പെടുത്തിയവർ വഴിയായിട്ടാണല്ലോ. അതിനേക്കാൾ എത്രയോ മഹത്തരമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും പരിശുദ്ധ മറിയം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതും. അവരെ കണ്ട് അവരുടെ കൂടെ ഭക്ഷിച്ച് അവരുടെ കൂടെ നടന്നവർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നിലധികം സാക്ഷ്യങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളിലുള്ളത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. അതുപോലെ തന്നെ അവർ കണ്ട കാര്യത്തിന് വേണ്ടി, ആ വിശ്വാസ സത്യത്തിന് വേണ്ടി അന്നും ഇന്നും മരിക്കാൻ ഒരു ഭയവുമില്ലാത്തതിൻ്റെ കാരണം സത്യത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പാപമില്ലാത്ത വിശുദ്ധിയായ കന്യകാമറിയം നമ്മുടെ മാതാവാകുമ്പോൾ, നമ്മുടെ മധ്യസ്ഥയാകുമ്പോൾ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങൾ അമ്മയ്ക്ക് താല്പര്യമുണ്ട്. അമ്മ ഇടപെടും. ഇത് സഭയുടെ ആദ്യകാലം മുതലുള്ള പ്രബോധനങ്ങൾ പെടുന്നതാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ മാധ്യസ്ഥം വഹിച്ച അതേ അമ്മ ഇന്നും നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നു.